സ്വാഗതം. ആരംഭിക്കുന്നു ലൈവ് അറ്റ് 6. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. യുദ്ധക്കെടുതി അടുക്കളകളിലേക്കും. പാചകവാതക പ്രതിസന്ധിയിൽ അടിയന്തര യോഗം വിളിച്ച പ്രധാനമന്ത്രി. പൂഴ്ത്തിവയ്പ് തടയാൻ നടപടികളുമായി കേന്ദ്രം. സംസ്ഥാനവും പാചകവാതക ക്ഷാമത്തിലേക്കെന്ന് സൂചന. ഹോട്ടലുകളിൽ പ്രതിസന്ധി, അടച്ചിട്ട് തട്ടുകടകൾ. ഹോർമുസ് പ്രതിസന്ധിയിൽ ഏഷ്യൻ രാജ്യങ്ങൾ. പാകിസ്ഥാനും ഫിലിപ്പീൻസും സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങൾ കുറച്ചു. ദക്ഷിണ കൊറിയയും തായ്ലൻഡും അടിയന്തര നടപടികളിലേക്ക്. റഷ്യൻ എണ്ണ കൂടുതലായി വിറ്റഴിക്കാൻ വ്ളാഡിമിർ പുടിൻ. പ്രധാനമന്ത്രി നാളെ കൊച്ചിയിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കല്ലൂരിൽ റോഡ് ഷോ. ധീവരസഭയുടെ സുവർണ ജൂബിലി സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇളവ് ആവശ്യപ്പെട്ട് എംപിമാരുടെ സമ്മർദ്ദം. സീറ്റ് ആവശ്യവുമായി അടൂർ പ്രകാശും കെ സുധാകരനും ഹൈക്കമാൻഡിന് മുന്നിൽ. ആരും സ്വയം സ്ഥാനാർത്ഥികളാവേണ്ടെന്ന് KPCC പ്രസിഡന്റ്. പാർട്ടിയെ വെല്ലുവിളിച്ച് സുധാകരൻ അനുകൂലികളുടെ നീക്കം. ആദ്യ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഡൽഹിയിൽ നിർണായകമായ ചർച്ചകൾ. ജി സുധാകരനെ ലക്ഷ്യമിട്ട് അമ്പലപ്പുഴ മണ്ഡലം ഒഴിച്ചിട്ട് കോൺഗ്രസ്. സ്വതന്ത്രനായി മത്സരിച്ചാൽ പിന്തുണയ്ക്കും. അനുനയ നീക്കം അവസാനിപ്പിച്ച CPM. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം CMPക്ക് വിട്ടു നൽകുന്നതിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തം. കൈപ്പത്തി ചിഹ്നത്തിൽ ചുവരെഴുതി കോൺഗ്രസ് പ്രവർത്തകർ. തവനൂരിൽ ആരു മത്സരിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തർക്കം തുടരുന്നു. സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മഞ്ചേശ്വരത്ത് KR ജയാനന്ദയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധം. പരാതിയുമായി DYFI. മഞ്ചേശ്വരത്ത് BJPയിലും തർക്കം. K സുരേന്ദ്രനെതിരെ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി രംഗത്ത്. എലത്തൂർ സീറ്റിലെ ഭിന്നതയിൽ മുഖ്യമന്ത്രിയെ കണ്ട് NCP നേതൃത്വം. തർക്കം പരിഹരിക്കാൻ ഡൽഹി ചർച്ചകൾ. വിരോധിപ്പിക്കാൻ എന്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിയതാ ഞാൻ മുറിച്ചിട്ട് കുടിച്ചോ, അല്ലാതെ വെറുതെ നടന്ന് എന്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ. അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം 6 ദിവസം കാലം ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് ഒരു വിലയില്ല. ഗണേഷ് കുമാർ രാജിവെക്കില്ല. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഭാര്യയോട് മാപ്പ് പറഞ്ഞ് തലയൂരി. ഗണേഷ് മാപ്പ് പറഞ്ഞെന്നും പരാതി കൊടുക്കില്ലെന്നും ഭാര്യ ബിന്ദു. വിവാദം മന്ത്രിസഭയിൽ ചർച്ചയായില്ല. പ്രതിഷേധം കടുപ്പിച്ചും ഗണേഷിന്റെ രാജി ആവശ്യപ്പെട്ടും പ്രതിപക്ഷം. മാപ്പ് പറഞ്ഞ് തലയൂരാനാകില്ലെന്ന് സണ്ണി ജോസഫ്. മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ചെന്നിത്തലയും മുരളീധരനും. വഷളൻ മന്ത്രിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ മൊഴിമാറ്റി 3 സാക്ഷികൾ. ചെന്താമരയുടെ സഹോദരനും സഹോദര ഭാര്യയും അയൽവാസിയും പോലീസിന് നൽകിയ മൊഴി മാറ്റി. കൊലപാതകത്തിന് തലേ ദിവസം ചെന്താമര ഫോണിൽ വിളിച്ചിരുന്നുവെന്ന മൊഴി ചെന്താമരയുടെ സഹോദരൻ നിഷേധിച്ചു. തിരുവനന്തപുരത്ത് യുവാവിന്റെ ആത്മഹത്യ ലോൺ ആപ്പിന്റെ ഭീഷണി മൂലമെന്ന് പരാതി. മരിച്ചത് ആര്യനാട് സ്വദേശി ആനന്ദ്. അശ്ലീല ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നുവെന്നും കുടുംബം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേത്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നഴ്സുമാരുടെ സമരത്തിൽ ഇടപെട്ട് ഹൈക്കോടതി.
എസ്മ പ്രയോഗിക്കണം. ആശുപത്രി സേവനങ്ങൾ മുടങ്ങരുത്. നഴ്സുമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി സമരക്കാർ. ഡേറ്റ ചോർച്ച വിവാദത്തിൽ സർക്കാരിന് ജയം. വിവാദത്തിൽ കഴമ്പില്ലെന്ന് ഹൈക്കോടതി. സന്ദേശങ്ങൾ അയക്കുന്നത് നല്ല ഭരണത്തിന്റെ ഭാഗം. നിയമവിരുദ്ധതയോ സ്വകാര്യതാ ലംഘനമോ ഇല്ലെന്നും കോടതി. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ജയിച്ച ഇന്ത്യൻ ടീമിന് വമ്പൻ പാരിതോഷികം. BCCI നൽകുന്നത് 131 കോടി രൂപ. ടീം ഇന്ത്യയുടെ വിജയാഘോഷം നാളെ ഡൽഹിയിൽ. വിശദമായി കടക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്കു ഗതാഗതം നിലച്ചതോടെ വിവിധ ഏഷ്യൻ രാജ്യങ്ങൾ കടുത്ത ഊർജ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. പാകിസ്ഥാനും ഫിലിപ്പീൻസും സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കുറച്ചു. പെട്രോൾ ഡീസൽ വില വർധനവ് നിയന്ത്രിക്കാൻ ദക്ഷിണ കൊറിയയും തായ്ലൻഡും അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. IRGC ഭീഷണി തുടർന്നാൽ സർവനാശം വരുത്തുമെന്ന് ട്രംപും വ്യക്തമാക്കി. സാഹചര്യം ഉപയോഗപ്പെടുത്തി റഷ്യൻ എണ്ണ വിറ്റഴിക്കാൻ കരുക്കൾ നീക്കുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം ഇപ്പോഴും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഇത് കാരണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ്. പശ്ചിമേഷ്യയിലുള്ള ക്രൂഡ് ഓയിലിനെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇത് വലിയ രീതിയിൽ പ്രഹരമേൽപ്പിച്ചു. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ എഫക്റ്റുകൾ കാണാൻ സാധിച്ചത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ നിലവിൽ സ്കൂളുകൾ 2 ആഴ്ചത്തേക്ക് പ്രവർത്തിക്കില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനവും നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റികൾ ഇനി ഓൺലൈൻ വഴിയായിരിക്കും ക്ലാസുകൾ നൽകുക എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ ഇനി അവർ കൂടുതലായിട്ടും ഇനി ഓൺലൈൻ വഴിയായിരിക്കും വർക്കിംഗ് ഒക്കെ നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. 50% ജീവനക്കാർ മാത്രമേ ഓഫീസിലേക്ക് വരേണ്ടതുള്ളൂ. മറ്റ് 50% ജീവനക്കാർ വർക്ക് ഫ്രം ഹോമാണ് എടുക്കേണ്ടത്. അതുപോലെ ഈ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം ആഴ്ചയിൽ 4 ദിവസമായി പുനഃക്രമീകരിച്ചിട്ടുമുണ്ട്. മറ്റു ദിവസങ്ങളിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം ഉണ്ടാവുകയുമില്ല. അതുപോലെ ഫിലിപ്പീൻസും സമാനമായിട്ടുള്ള ഒരു നടപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവരും എമർജൻസി സർവീസുകൾ ഒഴിച്ചിട്ടുള്ള എല്ലാ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും ആഴ്ചയിൽ 4 ദിവസമായി ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് ഡോക്ടർമാർ, ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങിയവരുടെ സേവനം അത് എല്ലാ ദിവസവും ഉണ്ടായിരിക്കുകയും ചെയ്യും. പിന്നെ തായ്ലൻഡ്, അതുപോലെ സൗത്ത് കൊറിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ എണ്ണ വില നിയന്ത്രിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില അനിയന്ത്രിതമായി ഉയർന്ന പശ്ചാത്തലത്തിൽ സ്വകാര്യ കമ്പനികൾ എണ്ണവിലയിൽ കാര്യമായിട്ടുള്ള വർധനവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്വകാര്യ കമ്പനികളെ നിയന്ത്രിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ എണ്ണവിലയിൽ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. സൗത്ത് കൊറിയ 30 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും ഇക്കാര്യത്തിലുണ്ട്. അതുപോലെ ബംഗ്ലാദേശും ഈ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം നിലവിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച വരെ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കില്ല എന്നും ബംഗ്ലാദേശും അറിയിച്ചിട്ടുണ്ട്. ഈജിപ്ത് ഈ പെട്രോൾ, അതുപോലെ തന്നെ മറ്റ് ഡീസൽ തുടങ്ങിയിട്ടുള്ള എണ്ണ വസ്തുക്കളുടെ വില 30% ഉയർത്താനുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ടും അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഒറ്റയടിക്ക് 55 പാകിസ്ഥാനി രൂപയുടെ വർധനവാണ് പെട്രോൾ ഡീസൽ വിലയിലുണ്ടായത്. ഇത് ഇന്ത്യൻ കറൻസിയിലേക്ക് വരുമ്പോൾ 18 രൂപയോളം വരും. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് കൂടുതൽ ക്രൂഡ് ഓയിൽ വിറ്റഴിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. അവരുടെ ഈ ക്രൂഡ് ഓയിൽ കയറ്റുമതി അത് കൂടുതൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും നടത്താൻ സന്നദ്ധരാണെന്ന് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് ഇത്തരമൊരു കാര്യം അറിയിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ കൂടുതൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണ് അവർ സന്നദ്ധത അറിയിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അവ ഇറക്കുമതി ചെയ്യാതിരുന്നിരുന്നു. നിരവധി ഉപരോധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ യാതൊരുവിധ പൊളിറ്റിക്കൽ ഡിഫറൻസുകളും താൻ കണക്കാക്കുന്നില്ല. എല്ലാ രാജ്യങ്ങളിലേക്കും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണ് എന്നും പുടിൻ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുപോലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ്
ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ടെലിഫോൺ സംഭാഷണത്തിൽ ട്രംപ് അറിയിച്ചത് ഈ നിരവധി രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ഉപരോധം ചെലുത്തിയിട്ടുണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ. ഈ ഉപരോധങ്ങൾ താൽക്കാലികമായി നീക്കം ചെയ്യാൻ തയ്യാറാണെന്ന് ട്രംപും പുടിനെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ അത് വിപണിയിൽ കൂടുതലായി വിറ്റഴിയാനും സാധ്യതയുണ്ട്. ഇതാണ് നിലവിലെ ഒരു പശ്ചാത്തലം. യുദ്ധം എന്തായാലും തുടരുന്ന പശ്ചാത്തലത്തിൽ നിലവിൽ ഹോർമുസ് കടലെടുക്ക് വഴി 1 ലിറ്റർ എണ്ണ പോലും ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് ശക്തമായ ഭാഷയിൽ IRGC അറിയിച്ചിട്ടുള്ളത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യയിലും ഗുരുതരമായ പ്രതിസന്ധികൾക്ക് ഇടവയ്ക്കുകയാണ്. മിക്ക സംസ്ഥാനങ്ങളിലും LPG സിലിണ്ടറുകൾ കിട്ടാനില്ലാത്ത സ്ഥിതി രൂപപ്പെട്ടു കഴിഞ്ഞു. ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിൽ LPG പ്രതിസന്ധിയെ തുടർന്ന് പല ഹോട്ടലുകളും അടച്ചു. പ്രതിസന്ധി മുതലെടുത്ത് പൂഴ്ത്തിവയ്പ് നടത്തുന്നത് തടയാൻ കേന്ദ്ര സർക്കാരും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട് ഈ വിഷയമെന്നതാണ്. അതായത് അങ്ങേറ്റം ഗുരുതരമായൊരു സാഹചര്യത്തിലേക്ക് രാജ്യം കടക്കുമോ അതിന്റെ മുൻകരുതലാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം അല്പം മുമ്പ് ചേർന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ, അതോടൊപ്പം തന്നെ പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമായും ചർച്ചയായത് നിലവിൽ രാജ്യം നേരിടുന്ന LPG പ്രതിസന്ധി സംബന്ധിച്ചാണ്. നേരത്തെ പശ്ചിമേഷ്യൻ യുദ്ധം ഒരു ഘട്ടത്തിൽ 9ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ പെട്രോളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ രാജ്യത്തിനുണ്ടായിരുന്നു. എന്നാൽ റഷ്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യാൻ അനുമതി ലഭിച്ചത് അത് വലിയ തോതിൽ പെട്രോളിയം മേഖലയ്ക്ക് അതൊരു ആശ്വാസമായി. പക്ഷേ LPGയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇന്ത്യ LPGയിൽ ഏറെ ആശ്രയിക്കുന്നത് ഖത്തറിനെയാണ്. ഈ രാജ്യം ഇറക്കുമതി ചെയ്യുന്നതിൽ 50%-ലധികവും ഖത്തറിൽ നിന്നാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ യുദ്ധത്തിൽ ഖത്തറിലെ പല പ്ലാന്റുകളിലെയും പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഇതോടുകൂടി 5 ദിവസത്തിനിടെ 20% കുറവാണ് രാജ്യത്തെത്തുന്ന ഗ്യാസുകളുടെ കാര്യത്തിൽ കുറവുണ്ടായത്. ഇതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധി ആദ്യം ബാധിച്ചു തുടങ്ങിയത് രാജ്യത്തെ മെട്രോ നഗരങ്ങളിലാണ്. മെട്രോ നഗരങ്ങളിൽ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകളുമാണ് ഈ പ്രതിസന്ധി ആദ്യമായി ബാധിച്ചു തുടങ്ങിയത്. മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. മുംബൈയിൽ ഏതാണ്ട് 20%-ഓളം ഹോട്ടലുകൾ ഇതിനോടകം അടച്ചു പൂട്ടേണ്ട സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമായാൽ ഇത് 50% വരെ ആകും എന്നാണ് മുംബൈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ചെന്നൈയിലും സമാനമാണ് സാഹചര്യം. പല ചെറുകിട ഹോട്ടലുകളും അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഒരു മുൻഗണനാ ക്രമം നിശ്ചയിച്ച് LPG വിതരണത്തിൽ ഒരു ഇപ്പോഴത്തെ ഒരു ഫ്ലോ സൃഷ്ടിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം. അതിലേറ്റവും പ്രധാനം വീട്ടാവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകൾ ഉറപ്പുവരുത്തും. പക്ഷേ അപ്പോഴും നേരത്തെ ബുക്കിങ്ങിന് 21 ദിവസത്തെ ഇടവേളയാണ് തീരുമാനിച്ചിരുന്നത്. അത് 25 ദിവസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി മറികടക്കാൻ അത് ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കാതിരിക്കാനുള്ള ചില ജാഗ്രതാ നടപടികളും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം നിലവിൽ റിഫൈനറികളോട് ഇത്തരത്തിൽ LPGയുടെ ഉത്പാദനം കൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. LPGയുടെ ഉത്പാദനം കൂട്ടാൻ ആവശ്യപ്പെട്ടാലും അത് പൂർണ്ണ തോതിലാവാൻ 3 മുതൽ 4 ദിവസത്തിലധികം എടുക്കും. അതുകൊണ്ട് തന്നെ നിലവിലെ പ്രതിസന്ധി വരും ദിവസങ്ങളിലും തുടരാനാണ് സാധ്യത. ഇപ്പോഴത്തെ പ്രതിസന്ധി ഇങ്ങനെ തുടർന്നാൽ അത് വിലക്കയറ്റത്തിനും വഴിവെക്കുകയും ചെയ്യും. മാത്രമല്ല ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പൂഴ്ത്തിവയ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട്. എന്തായാലും ഇതൊക്കെ പരിശോധിക്കാനായി വിവിധ തലങ്ങളിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് ഇത്തരത്തിൽ എങ്ങനെ ഇതിനെ നേരിടണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല റെസ്റ്റോറൻറ്റ്, ഹോട്ടലുകൾ അടക്കമുള്ളവർ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഓയിൽ മന്ത്രാലയം ഇതിന് ഒരു 3-അംഗ കമ്മിറ്റിയെയും നിയോഗിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ റിവ്യൂ ചെയ്യാനാണ് ഈ കമ്മിറ്റി. അതായത് വിവിധ മേഖലകളിൽ എങ്ങനെ പ്രയോറിറ്റി അനുസരിച്ച് ഇത് നൽകണം എന്നതിനെ ചർച്ച ചെയ്യാനാണ് ഈ കമ്മിറ്റിയുടെ ചുമതല. അത് റിവ്യൂ ചെയ്യാനാണ് ഈ കമ്മിറ്റിയുടെ ചുമതല. പ്രധാനമായും ആരോഗ്യ മേഖല, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖല ഇവർക്ക് മുൻഗണന നൽകുക. മാത്രമല്ല മറ്റ് മേഖലകൾ, അതായത് ഫെർട്ടിലൈസർ അടക്കം ഉള്ള മേഖലകളിലും ഗ്യാസിൻ്റെ ആവശ്യം വലിയ തോതിലുണ്ട്. ഇവിടെയൊക്കെ കഴിഞ്ഞ 6 മാസത്തെ ശരാശരി കണക്കാക്കി ആ ശരാശരിയുടെ 70% മുതൽ 80% വരെ വിലയിരുത്തി അങ്ങനെ LPG സപ്ലൈ ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്രം എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. മാത്രമല്ല മറ്റു മേഖലകളും, ഹോട്ടൽ കൂടാതെയുള്ള ചില മേഖലകളെയും ഇത് ബാധിച്ചു. അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പൂനെയിൽ നിന്നാണ്. പൂനെയിൽ ഗ്യാസിനെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്മശാനങ്ങൾ, ആ ശ്മശാനങ്ങളുടെ പ്രവർത്തനമടക്കം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി, അതോടൊപ്പം തന്നെ മറ്റ് വുഡ്സ് അടക്കമുള്ളവയുടെ ഫ്യൂവലായി ഉപയോഗിച്ചുകൊണ്ടുള്ള
ശ്മശാനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. എന്തായാലും പ്രതിസന്ധി പല മേഖലകളിലേക്ക് കടക്കുന്നു. അതിൽ മെട്രോ നഗരങ്ങളെയാണ് ആദ്യം ഈ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഹോട്ടലുകളെയും റെസ്റ്റോറൻറ്റുകളെയുമാണ്. നിലവിൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്, 60 രൂപ വരെ കൂട്ടിയിട്ടുണ്ട് പല നഗരങ്ങളിലും. പക്ഷേ വരും ദിവസങ്ങളിൽ വില വീണ്ടും ഉയരാനുള്ള സാധ്യതകളും അത് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി, ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. അതിൻ്റെ ആദ്യ രൂപമാണ് LPG പാചകവാതക സാഹചര്യം ഉണ്ടാക്കുന്നത്. എന്തായാലും ഗാർഹിക മേഖലയിൽ തടസ്സമുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ വാണിജ്യ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയുണ്ട്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ കിട്ടാതായതോടെ കേരളത്തിലെ തട്ടുകടകൾ പോലും തുറക്കാൻ കഴിയാത്ത പ്രതിസന്ധി രൂപപ്പെടുകയാണ്. പൂഴ്ത്തിവെച്ച് കരിഞ്ചന്തയിൽ ഇത് വിൽക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന ആക്ഷേപവും ഉയരുന്നു. ഇറാൻ യുദ്ധം ഉടൻ അവസാനിക്കാൻ പോകുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. USഉം ഇസ്രയേലും തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. മുസ്തഫ ഖമനേയി പരമോന്നത നേതാവായതുകൊണ്ട് ഇറാനിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്നും താൻ നിരാശാജനകനാണെന്നും ട്രംപ് വ്യക്തമാക്കി. Mr. President, you've said the war is, quote, very complete, but your defense secretary says this is just the beginning. So which is it, and how long should Americans be prepared? Well, I think you for could this war say to it last both. for? The beginning, it's the beginning of building a new country. Do you have to take him out? Does he have a target on his back? You mean the new supreme leader? You mean the son? How can there be an Iran with Well, another I don't Ayatollah? want to say that, but I was disappointed because we think it's going to lead to just more of the same problem for the country. So I was disappointed to see their choice. You've said you have someone in mind to be the new Iranian leadership, if not the Ayatollah's son. What are you looking for in that person? Are you looking at someone internal, given that you just said that their leadership has been I like the decimated and idea wiped of, internal and eternal, come to think of it. But I like the idea of internal because it works well. I mean, I think we've proven that so far in Venezuela. We have a woman, Delcy, who has been president of the country, very respected, she's doing a great job. And it's, no disruption. അതേസമയം യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് തങ്ങളായിരിക്കുമെന്നാണ് IRGC വ്യക്തമാക്കുന്നത്. ഇസ്രയേൽ അമേരിക്കൻ അംബാസഡർമാരെ പുറത്താക്കുന്ന അറബ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാത്ത യാത്രാ സൗകര്യം അനുവദിക്കുമെന്നും ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഇന്നും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ഇറാനിയൻ വനിതാ ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് അഭയം നൽകിയ ഓസ്ട്രേലിയ മന്ത്രി ടോണി ബർക്കാണ് തീരുമാനം ലോകത്തെ അറിയിച്ചത്. ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ഏഷ്യൻ കപ്പിലെ ആദ്യ ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി ഇറാന്റെ ദേശീയഗാനം ആലപിച്ചപ്പോൾ മൗനം പാലിച്ച 5 താരങ്ങളാണ് ഓസ്ട്രേലിയയിൽ തുടരുന്നത്. ഇവരുടെ നടപടി രാജ്യദ്രോഹമാണെന്ന് ഇറാനിൽ ആരോപണമുയർന്നിരുന്നു. ഇതോടെ ഇവർ താമസിച്ചിരുന്ന ഹോട്ടലുകളിൽ നിന്ന് ഇവർ കടന്നു കളയുകയായിരുന്നു. താരങ്ങൾക്ക് അഭയം നൽകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തുകയാണ്. കലൂരിൽ റോഡ് ഷോ നടത്തുന്ന പ്രധാനമന്ത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. മറൈൻ ഡ്രൈവിലെ അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനവും മോദി ഉദ്ഘാടനം ചെയ്യും. എൻഡിഎയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നതോടുകൂടി. കൊച്ചിയിൽ ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. കലൂർ സ്റ്റേഡിയത്തിലും അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവിലുമായാണ് പ്രധാനമന്ത്രിയുടെ 2 പരിപാടികൾ വച്ചിരിക്കുന്നത്. രാവിലെ 11:30 കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നാവികസേനയുടെ INS ഗരുഡ വിമാനത്താവളത്തിൽ ഇറങ്ങും. തുടർന്ന് റോഡ് മാർഗം മറൈൻ ഡ്രൈവിലെത്തി അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെത്തും. സ്റ്റേഡിയം കവാടത്തിൽ നിന്നും റോഡ് ഷോ നടത്തിയായിരിക്കും പ്രധാനമന്ത്രി പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് എത്തുക. 12:30 ഇന്ത്യൻ റെയിൽവേയുടേതടക്കം കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നത്. തുടർന്ന് 1 മണിയോടുകൂടി തന്നെ സമീപത്തെ ഒരുക്കിയിരിക്കുന്ന മറ്റൊരു വേദിയിൽ അവിടെ എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം തിരുച്ചിറപ്പള്ളിയിലേക്ക് പോവുകയും ചെയ്യും.
ചെയ്യും. റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക് സൗകര്യപ്രദമായി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പന്തലുകളെല്ലാം ഇവിടെ സജ്ജമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിനായുള്ള വികസന രേഖ ഉൾക്കൊള്ളുന്ന എൻഡിഎയുടെ പ്രകടന പത്രിക പ്രധാനമന്ത്രി ഔദ്യോഗികമായി പുറത്തിറക്കിയേക്കുമെന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് NDA ഇക്കുറി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. എന്തായാലും കേന്ദ്ര നേതാക്കളടക്കം പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങിൽ BDJS, 2020, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് തുടങ്ങിയ NDAയിലെ 12ഓളം പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ഈ ചടങ്ങിൽ പങ്കാളികളാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 1.5 ലക്ഷത്തോളം വരുന്ന പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയൊരു സമ്മേളനം തന്നെയായിരിക്കും നാളെ പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുമ്പോൾ സംഭവിക്കുക. അതോടൊപ്പം തന്നെ വലിയ ഗതാഗത നിയന്ത്രണം തന്നെ ഇന്ന് 12 മണി മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം ഭാഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. നാളെ രാവിലെയോടുകൂടി അത് പൂർണ്ണമാകും. വലിയ ഗതാഗത നിയന്ത്രണമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ മറൈൻ ഡ്രൈവ്, കലൂർ ഭാഗങ്ങളിലേക്ക് വരുന്നതിന് സ്വകാര്യ വാഹനങ്ങളെല്ലാം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. 10 മണിക്ക് ശേഷം പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഗതാഗതം പഴയ സ്ഥിതിയിലേക്കാവുക. ഒപ്പം തന്നെ 800-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ സുരക്ഷയോടുകൂടി തന്നെയാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുമ്പോൾ. അതിനൊക്കെ അപ്പുറത്തേക്ക് BJP നേതാക്കളെ സംബന്ധിച്ച്, പ്രവർത്തകരെ സംബന്ധിച്ച് അതിന്റെ ഇരട്ടി ആവേശം കൂടിയാണ് നാളെ മോദി കേരളത്തിലെത്തുമ്പോൾ. എന്താണ് പ്രധാനമന്ത്രി കേരളത്തോട് പറയുന്നത്, എന്തൊക്കെ വികസന രേഖകളായിരിക്കും, എന്തൊക്കെ പദ്ധതികളാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് നൽകുക എന്നതുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ആരോപണത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കില്ല. ഇരുവരും തമ്മിൽ ഒത്തുതീർപ്പിൽ എത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുത്തെങ്കിലും ഈ വിഷയങ്ങളൊന്നും യോഗത്തിൽ ചർച്ചയായില്ല. വിവാദത്തിൽ രാജിക്ക് വഴി തെളിഞ്ഞിരുന്നുവെങ്കിലും തന്നോട് മാപ്പ് പറഞ്ഞെങ്കിലും വിവാദമായി മുന്നോട്ട് പോകാൻ ഇനി താല്പര്യമില്ലെന്നും ബിന്ദു മേനോൻ അറിയിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ ഒരു റിവെഞ്ച് എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് ഇറ്റ്സ് വെരി ഈസി ടു സേ ദാറ്റ് ഓക്കെ, എനിക്ക് ഇനി ഒന്നും വേണ്ട, ഞാൻ കേസുമായിട്ട് പോവാണ് മുന്നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം വിട്ട് എന്റെ ഭർത്താവിന്റെ കൂടെ വന്നത് പലതവണയും എനിക്ക് വേണമെങ്കിൽ പോവായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നതിന്റെ റീസൺ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഞാനൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നത്. വിരോധിപ്പിക്കാനും വിദ്വേഷിപ്പിക്കാനും എന്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിയതാ ഞാൻ മുറിച്ച് കുടിച്ചോ, അല്ലാതെ വെറുതെ നടന്ന് എന്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം 6 ദിവസം കാലം ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് ഒരു വിലയില്ല. മന്ത്രി KB ഗണേഷ് കുമാറിനെ മാത്രമല്ല ഇടതുമുന്നണിയും സംസ്ഥാന സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയ, സമ്മർദ്ദത്തിലാക്കിയ ഒരു വിവാദത്തിനാണ് താൽക്കാലിക പരിഹാരമാകുന്നത്. KB ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന നിലപാടിലായിരുന്നു ഇടതുമുന്നണി നേതൃത്വവും മുഖ്യമന്ത്രിയും ഒക്കെ രാവിലെ വരെ. പക്ഷേ അതിനു മുമ്പ് തന്നെ KB ഗണേഷ് കുമാർ ഭാര്യയുമായി സംസാരിക്കുകയും പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. പരാതിയില്ലെന്ന് അവർ പറഞ്ഞതോടുകൂടിയാണ് പ്രശ്നപരിഹാരത്തിന് വഴി തുറന്നത്. മുഖ്യമന്ത്രിയും ഇടതുമുന്നണി നേതൃത്വത്തെയും ഗണേഷ് കുമാർ ഇത് അറിയിച്ചു. താൻ കാരണം മുന്നണിയും സർക്കാരും പ്രതിസന്ധിയിലാകില്ല, തനിക്കെതിരെ ഇത്തരം ഒരു കേസ് ഉണ്ടാകില്ല, തീർത്തും വ്യക്തിപരമായ കുടുംബ പ്രശ്നം മാത്രമാണ് ഉണ്ടായതെന്ന് KB ഗണേഷ് കുമാർ വിശദീകരിക്കുക. തൊട്ടു പിന്നാലെ അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ വിവാദങ്ങൾ KB ഗണേഷ് കുമാർ നിലപാട് വ്യക്തമാക്കിയത്. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ സ്വീകരിച്ചത്. ഇല്ലാത്ത പ്രശ്നം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ തരത്തിലുള്ള ഒരു പ്രതികരണമാണ്. എന്താണ് മാധ്യമങ്ങളുടെ തെറ്റെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ടായ ഒരു വിഷയം ഭാര്യ പുറത്തു പറഞ്ഞപ്പോൾ, മാധ്യമങ്ങളുടെ പുറത്തു പറഞ്ഞപ്പോൾ അതിന്റെ പഴി മാധ്യമങ്ങൾ ചാരുകയാണ് KB ഗണേഷ് കുമാർ. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമ പ്രവർത്തകരോട് വളരെ മാന്യമായിട്ടും സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതിന് കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇന്റർവ്യൂ തന്നതും എന്റെ കഴിവുകളാന്ന് വിചാരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറെ നാളായിട്ട് ചോദിച്ചു തന്നു. പക്ഷെ തന്നതിന്റെ ഫലം എനിക്ക് തന്നു. സന്തോഷം. നന്ദി, നമസ്കാരം. സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായും ഭരണനേട്ടമായും എടുത്തു പറയുന്ന സർക്കാരാണ് പിണറായിയുടേത്. ആ സർക്കാരിലെ ഒരു
പ്പെടുമ്പോൾ എന്ത് സ്ത്രീ സുരക്ഷയാണ് സംസ്ഥാനത്ത് ഉള്ളത്? മന്ത്രിയുടെ വീട്ടിലെ ഭാര്യയ്ക്ക് പോലും ഇത്തരത്തിൽ സുരക്ഷിതത്വമില്ലെങ്കിൽ എങ്ങനെയാണ് സർക്കാർ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ചോദ്യമാണ് സർക്കാരിനെ കുഴച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരം വിവാദം ഉയർന്നു വരുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന് സർക്കാരും ഇടതുമുന്നണിയും ഭയന്നു. കെ വി ഗണേഷ് കുമാർ എന്ന ഒരു വ്യക്തിയെ ഒതുക്കുന്ന വിഷയമായത് കാണില്ല. പ്രതിപക്ഷം അത് വലിയ രീതിയിൽ സർക്കാരിനെതിരെ ആയുധമാക്കും. ഇപ്പോഴും പൂർണ്ണമായും വിവാദം സർക്കാരിനെ പോയിട്ടില്ല. കാരണം പ്രതിപക്ഷം ഇത് വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെ എന്താണ് സർക്കാർ എടുത്ത സ്ത്രീ സുരക്ഷാ നിലപാട് എന്ന ചോദ്യം ഉന്നയിക്കും. 2013 UDF സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കെ വി ഗണേഷ് കുമാർ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത നിലപാടല്ല ഇപ്പോൾ CPM-ഉം മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്ന വിമർശനം ഉയർന്നു വരും. ഏതായാലും ഗണേഷ് കുമാർ രാജിവെക്കേണ്ടി വന്നാൽ പത്തനാപുരത്ത് നിയമസഭാ സീറ്റും അദ്ദേഹത്തിന് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇതിലും അത്തരം പ്രതിസന്ധിയിൽ തൽക്കാലത്തേക്കും ഇടതുമുന്നണിയും ഗണേഷ് കുമാറും രക്ഷപ്പെടുന്നു. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഇനിയും സർക്കാരിനെതിരെ രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. കെ വി ഗണേഷ് കുമാറിനെതിരെയുള്ള ഈ വിഷയം കൂടുതൽ ആളിക്കത്തിക്കാൻ തന്നെയാകും പ്രതിപക്ഷ ശ്രമം. ഗണേഷിനെതിരായ നീക്കത്തിൽ നിന്നും പ്രതിപക്ഷം പിന്നോട്ടില്ല. ഒത്തുതീർപ്പ് നടത്തി മന്ത്രിസഭാംഗമായി തുടരാനാകില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഗണേഷിനെതിരെ കൂടുതൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. ഇത്രയും ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത് വ്യക്തിപരമായ ഒരു കാര്യമോ കുടുംബകാര്യമോ മാത്രം നമുക്കതിനെ കുറച്ച് കാണാൻ കഴിയില്ല. കേരളത്തിന്റെ ഒരു മന്ത്രിയല്ലേ, നിങ്ങൾക്ക് ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി, നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് തികച്ചും അധാർമികവും നിയമവിരുദ്ധവുമായ കാര്യമാണ്. മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ഈ വിവാദങ്ങൾക്കിടെ KSRTCയുടെ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി ഗണേഷ് കുമാർ ഇന്ന് പങ്കെടുക്കുകയും ചെയ്തു. ജീവനക്കാർ അദ്ദേഹത്തെ വലിയ രീതിയിൽ അവിടെ സ്വീകരിച്ചിരുന്നു. ഈ വിവാദങ്ങൾക്കിടെയാണ് മന്ത്രി അവിടെ എത്തിയത്. ഇതിനിടെ മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ അതിരൂക്ഷമായി വിമർശിച്ച വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നു. ഗണേഷ് വഷളനാണ്. മന്ത്രിസഭാ സ്ഥാനത്ത് നിന്ന് ഇത്രയും തറയായ ഒരാളെ കണ്ടിട്ടില്ല. മന്ത്രിയാകുമ്പോൾ നിലയും വിലയും ഉണ്ടാവാൻ ബാധ്യസ്ഥനാണ്. ഗണേശൻ പെണ്ണിനോടും പൊന്നിനോടും ഇഷ്ടമുള്ളയാളാണ്. മുഖ്യമന്ത്രി ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനമെടുക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പോലെ ഒരു വഷളായ ഒരു മന്ത്രിയാകുമ്പോൾ പോലെങ്കിലും ഒരു നിലയും നിലവാരവും പുലർത്താൻ ബാധ്യസ്ഥനാണ്. മന്ത്രി അല്ലെങ്കിൽ പോലും ഇതുപോലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാരത സംസ്കാരത്തിന് ഉചിതമല്ല. പിന്നെ അദ്ദേഹത്തിന് പെണ്ണിനോടും പൊന്നിനോടും ഏറെ ഇഷ്ടമുള്ളതാണ്. ഇടവേളയണം. കേരളത്തിൽ നിന്നുള്ള MP-മാർ മത്സരിക്കണമെന്ന് കട്ടായം പിടിച്ചതോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കെ സുധാകരനും അടൂർ പ്രകാശും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ഉറച്ച നിലപാടിലാണ്. കണ്ണൂരിൽ മത്സരിക്കുമെന്ന് നേരത്തെ കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു. സാമുദായിക ഘടകങ്ങളിൽ ഊന്നിയാണ് അടൂർ പ്രകാശിന്റെയും അവകാശവാദം. ഡൽഹിയിൽ നിർണായകമായ ചർച്ചകൾ തുടരുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ചേരുന്നു. കിരൺ, ഒരു തർക്കവുമില്ലാതെ ഇത്തവണ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കും, ഇതായിരുന്നു കോൺഗ്രസിന്റെ അവകാശവാദം. പക്ഷേ പതിവ് പോലെ കോൺഗ്രസിലും ഇത് വലിയ തർക്കത്തിന് ഇടവയ്ക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഈ നീക്കത്തിന് കാരണം? ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാവുമോ? സജിത്തെ, ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാണെന്നതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിലെ പല MP-മാർക്കും നേരത്തെ മുതൽ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് താല്പര്യമുള്ളവരാണ്. അങ്ങനെ കണക്കെടുത്താൽ ഭൂരിപക്ഷം MP-മാരും ആ തരത്തിൽ തന്നെയാണ്. പക്ഷേ അതിൽ പലരും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു അനുമതി കിട്ടില്ല എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ അത്തരമൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് 2 MP-മാരാണ്. ഒന്ന് അടൂർ പ്രകാശാണ്, UDF കൺവീനറാണ്. 2 കെ സുധാകരനാണ്. കെ സുധാകരൻ പറയുന്ന ന്യായം തന്നെ KPC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ തന്നെ കേരളത്തിലേക്ക് പരിഗണിക്കാമെന്നുള്ള ഒരു ഉറപ്പ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് തനിക്ക് ഇവിടെ മത്സരിക്കണം, താൻ 110% തന്നെ മത്സരിക്കാൻ അനുവദിക്കുമെന്ന് ഉറപ്പാണെന്നാണ് കെ സുധാകരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കണക്കിലെടുത്ത് ഇനി ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതിന് നേരത്തെ തന്നെ വലിയ താല്പര്യമുള്ള ആളല്ല കെ സുധാകരൻ. കേരളത്തിലേക്ക് മടങ്ങണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. മറ്റൊന്ന് അടൂർ പ്രകാശാണ്. ഒരു നിർണായക പ്രതിസന്ധി ഘട്ടത്തിലാണ് അടൂർ പ്രകാശിനെ വന്നപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്ന ആളായിരുന്നില്ല അടൂർ പ്രകാശ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അടൂർ പ്രകാശിനെ ആറ്റിങ്ങൽ നിന്ന്, ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്ന ആറ്റിങ്ങൽ പിടിച്ചെടുക്കാൻ വേണ്ടി അടൂർ പ്രകാശിനെ നിയോഗിക്കുകയും
തവണയും അടൂർ പ്രകാശ് അത് വിജയിക്കുകയും ചെയ്ത് രണ്ടാം തവണയും അടൂർ പ്രകാശ് ആ മണ്ഡലം നിലനിർത്തി. ഇത്തവണ തന്നെ മടക്കി കൊണ്ടുവരാൻ അനുവദിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിനെയും പ്രധാനപ്പെട്ട ആവശ്യം. ഈ രണ്ടുപേരും ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിൽ മറ്റൊരു ചില സാമുദായിക ഘടകങ്ങൾ കൂടിയുണ്ട്. കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് എല്ലാ കാലത്തും ഇത്തരം സാമുദായിക പരിഗണനകളൊക്കെ നോക്കുന്നതാണ്. കോൺഗ്രസ് മാത്രമല്ല, എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും അത്തരം സാമുദായിക പരിഗണനകളൊക്കെ ഇടതുപക്ഷമടക്കം CPM അടക്കം നോക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അത് തുറന്നു പറയുന്നില്ല എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും ഹിന്ദു വിഭാഗത്തിൽ വരുന്ന നേതാക്കളാണെങ്കിൽ പലരും നായർ വിഭാഗത്തിലുള്ള നേതാക്കളാണ് പ്രധാന നേതാക്കളൊക്കെയും. ഈഴവ വിഭാഗത്തിൽ നിന്നുകൂടി പ്രധാനപ്പെട്ട ചില നേതാക്കൾ കൂടി അവിടെ ഉണ്ടാവണം. അത് കോൺഗ്രസിൻ്റെ ആകെ അത്ര പ്രധാന മുഖങ്ങളുണ്ടെങ്കിലേ കോൺഗ്രസിന് സാമുദായിക സമവാക്യം പാലിക്കാൻ കഴിയൂ എന്നുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സാമുദായിക സമവാക്യത്തിൻ്റെ വിഷയം തന്നെയാണ് അടൂർ പ്രകാശും കെ സുധാകരനും പ്രധാനമായും പറയുന്നത്. പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് അങ്ങനെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ തന്നെ പ്രയാസമുള്ള അവസ്ഥ ഇപ്പോഴുമുണ്ട്. കെ ബാബു പിൻവാങ്ങുന്നു എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറയിൽ പകരം ആരെ അവതരിപ്പിക്കുന്നതിലൊക്കെ തർക്കം ഏതാനും പേരുകൾ മാത്രം ഒതുങ്ങുന്നതിൻ്റെ റീസൺ അടക്കം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നേതാക്കൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിൻ്റെ വിജയം UDFിൻ്റെ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഇതുവരെയും ഹൈക്കമാൻഡ് അനുകൂലമായ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇതിനിടയിൽ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയാവുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ KC വേണുഗോപാലിനടക്കം കേരളത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മളാണ് ആ വാർത്തകളടക്കം പുറത്തുവിട്ടത്. പക്ഷേ ആ കാര്യത്തിൽ ഒന്നും ഇതുവരെയും തീരുമാനമായിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് നടക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് പങ്കെടുക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെയുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതോടൊപ്പം തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ, കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവരുണ്ട്. ഷാഫി പറമ്പിലും AP അൽകുമാർ അടക്കമുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരും എന്തായാലും അവിടെയുണ്ട്. ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കും. നാളെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് യോഗം നടക്കുന്നത്. ഈ യോഗത്തിലാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പങ്കെടുക്കുന്നത്. ഈ യോഗത്തോടുകൂടി ആദ്യഘട്ട പട്ടികയിൽ ഇപ്പോൾ 50 പേരുടെ പേരുകളാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഒരു പേരുകളിലേക്ക് എത്താൻ നേതാക്കളുടെ അനൗപചാരിക ചർച്ച, ഇപ്പോൾ അത്തരം അനൗപചാരിക ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയിൽ ഏകദേശം ധാരണയായിട്ടുണ്ടെന്നാണ് ഈ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. എന്നാൽ ഇപ്പോഴും 10ഓളം സീറ്റുകളിൽ ഇപ്പോഴും തർക്കമുണ്ട്. ഒന്നിലേറെ ആളുകളുടെ പേരുകൾ അവിടെ സജീവമായ പരിഗണനയിലുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഔദ്യോഗികമായ ഒരു ചർച്ചയിലേക്ക് കേരളത്തിൻ്റെ ഒരു പൊതു അഭിപ്രായം എന്ന നിലയിലേക്ക് പോകുമ്പോൾ അക്കാര്യത്തിൽ നേതാക്കൾ തമ്മിലൊക്കെ ഒരു ധാരണയിലെത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ കേരളത്തിൽ നിന്നുള്ള MP മത്സരിക്കുന്നതിൽ ആ ഇളവ് നൽകുമോ ഇല്ലയോ കാര്യത്തിൽ അതിൽ തീരുമാനമെടുക്കേണ്ടത് പൂർണ്ണമായും ഹൈക്കമാൻഡാണ്. ഇളവ് നൽകണം എന്നുള്ള നിലപാടിൽ MP ഉറച്ചു നിൽക്കുകയാണ്. നൽകാൻ കഴിയില്ല, അങ്ങനെ MP ആരും മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പൊതു നിലപാട്. അതിൽ ഇതുവരെയും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ അവസാന ഘട്ടത്തിൽ അങ്ങനെ ചില മാറ്റം വരുത്തും. കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ സാമുദായിക ഇക്വേഷനുകൾ ശരിയാക്കാൻ വേണ്ടിയും കേരളത്തിൽ അങ്ങനെ ഒരു മെച്ചപ്പെട്ട വിജയം ഉറപ്പാക്കാൻ വേണ്ടി അതിൽ ചില ഇളവുകൾ വരുത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ MP അടക്കം നിൽക്കുന്നത്. എന്തായാലും നാളത്തോടുകൂടി ഈ 50 അംഗ പട്ടികയിൽ ഏറെക്കുറെ 90% മേലുള്ള സീറ്റുകളും ധാരണയാകാൻ തന്നെയാണ് ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ആഴ്ച, ഈ ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ടായാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസം മിക്കവാറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് തൊട്ടു പിന്നാലെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഈ പട്ടിക അപ്പോൾ ഈ ആഴ്ച തന്നെ ആദ്യഘട്ട പട്ടിക ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കോൺഗ്രസിലെ MP മത്സരിക്കണമെന്ന മോഹം അത് ഉണ്ടാക്കുന്ന തർക്കം ചെറുതല്ല. പക്ഷേ ഇതിനിടയിലും ഒരു പരിഹാരമുണ്ടാക്കി പ്രഖ്യാപനം വേഗത്തിൽ നടത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം CMPക്ക് വിട്ടു നൽകുന്നതിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തം. മണ്ഡലത്തിൽ CP ജോൺ സ്ഥാനാർത്ഥിയാകുമെന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ചുവരെഴുതി. മുൻമന്ത്രി VS ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന വിമത യോഗം സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടു നൽകാനാവില്ലെന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് സുരക്ഷിതമായ ഒരു മണ്ഡലം CMPയുടെ CP ജോണിന് നൽകുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം CP ജോണിന് നൽകാനുള്ള തീരുമാനം UDF കൈക്കൊണ്ടതിന് പിന്നാലെയാണ് പരസ്യമായ പ്രതിഷേധവുമായി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ച എല്ലാ നേതാക്കളും VS ശിവകുമാറും ശരത്ചന്ദ്ര പ്രസാദും മണക്കാട് സുരേഷും KS ശബരിനാഥനും അതോടൊപ്പം തന്നെ മറ്റ് വനിതാ നേതാക്കളും അടക്കം കോൺഗ്രസിന്റെ ബൂത്ത് തലം, ബ്ലോക്ക് തലം, അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലുള്ള നേതാക്കൾ ഒരുമിച്ച് ഇന്നലെ ഒരു യോഗം ചേർന്നാണ് ആ ഒരു നിലപാടിനെതിരെ പരസ്യമായി ഇപ്പോൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവർ ഈ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും വഞ്ചിയൂരിലും KPCC ഓഫീസിന് സമീപത്തും DCC ഓഫീസിന് സമീപത്തുമെല്ലാം പോസ്റ്ററുകൾ പതിച്ചിരിക്കുകയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ മാത്രമേ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ പാടുള്ളൂ, CP ജോണിന് സീറ്റ് നൽകാനാവില്ല എന്ന
പ്രതിഷേധമാണ് ഈ പോസ്റ്ററുകൾ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അതായത് സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ CP ജോണിനെ മത്സരിപ്പിക്കുന്നത് അനിവാര്യതയാണ്. പക്ഷേ തിരുവമ്പാടിയിൽ ആദ്യം പരിഗണിച്ച തിരുവമ്പാടിയിൽ CP ജോണിനെ മത്സരിപ്പിക്കുന്നതിന് പ്രായോഗികമായ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നു. അവിടെ VS ജോയിയുടെ പേരിന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം നിൽക്കുന്നത്. ലീഗിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ മലപ്പുറം DCC അധ്യക്ഷൻ കൂടിയായ VS ജോയി അവിടെ ഏറെക്കുറെ സ്ഥാനാർത്ഥി അയക്കുമെന്ന ഉറപ്പാണ്. അതിനിടയിലാണ് തിരുവനന്തപുരം സെൻട്രലിൽ പറഞ്ഞു കേട്ടിരുന്ന CP ജോണിന്റെ പേരിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ജില്ലയിൽ നിന്നുള്ള KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും ഒക്കെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവർ ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രതിനിധികളെയും അതോടൊപ്പം തന്നെ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും നേരിൽ കണ്ട് അമർഷം അറിയിച്ചിട്ടുണ്ട്. 12 പേർ രേഖാമൂലം പരാതി എഴുതി നേതൃത്വത്തിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ബ്ലോക്ക് കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നും സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പായിരിക്കും ഇനി ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. കാരണം നിയമം ആവർത്തിക്കും എന്ന ആശങ്കയാണ് ഒരു വിഭാഗം നേതാക്കൾ AK ആന്റണി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിരിക്കുന്നത്. അതായത് സംഘടനാ തലത്തിൽ വലിയ ദൌർബല്യം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കോൺഗ്രസിന് നേരിടേണ്ടി വരും, പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കുണ്ടാകും എന്ന തരത്തിലുള്ള ആശങ്കയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ CP ജോണിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിഷേധങ്ങൾക്കിടയിൽ എങ്ങനെ ഉറപ്പിക്കുമെന്നത് നേതൃത്വത്തിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറും. അതല്ല, ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കാതെ CP ജോണിന് തന്നെ സെൻട്രൽ മണ്ഡലം നൽകാനുള്ള തീരുമാനത്തിൽ UDF ഉറച്ചു നിന്നാൽ സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും ദില്ലിയിലെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തവനൂരിലും പ്രതിസന്ധിയുണ്ട്. തവനൂരിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണയുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. VS ജോയ്, സന്ദീപ് വാര്യർ എന്നിവർക്ക് പുറമെ PT അജയ് മോഹനും സീറ്റിനായി രംഗത്തുണ്ട്. VS ജോയിയെ തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയാക്കി തവനൂരിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കാനായിരുന്നു നേരത്തെയുള്ള നീക്കം. എന്നാൽ തിരുവമ്പാടി, പട്ടാമ്പി സീറ്റുകൾ ലീഗുമായി വച്ചുമാറുന്നതിനെതിരെ ഇരു പാർട്ടികളിലും പ്രാദേശിക ഘടകങ്ങളിൽ എതിർപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഈ നീക്കം അനിശ്ചിതത്വത്തിലായത്. മുസ്ലിം ലീഗും കോൺഗ്രസുമായുള്ള തിരുവമ്പാടി, പട്ടാമ്പി സീറ്റ് കൈമാറ്റം വൈകുന്നതാണ് തവനൂരിലെ സ്ഥാനാർത്ഥിത്വത്തിന് തടസ്സമാകുന്നത്. നേരത്തെ തിരുവമ്പാടി സീറ്റ് ലീഗിൽ നിന്നും ഏറ്റെടുത്ത് അവിടെ മലപ്പുറം DCC പ്രസിഡന്റായി VS ജോയെ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസിന്റെ ഉദ്ദേശം. എന്നാൽ ഈ ഒരു സീറ്റ് കൈമാറ്റം നടക്കാത്തതാണ്, അല്ലെങ്കിൽ പൂർത്തിയാകാത്തതാണ് ഇവിടെ പ്രതിസന്ധിയായിരിക്കുന്നത്. ഒരുപക്ഷെ തിരുവമ്പാടിയിൽ മത്സരിക്കാനായില്ലെങ്കിൽ VS ജോയി തവനൂരിലേക്ക് വരുമെന്ന് തന്നെയാണ് സൂചന. തിരുവമ്പാടിയോ തവനൂരിലോ ഇതിലെവിടെയെങ്കിലും ഒരു സീറ്റിൽ VS ജോയി ഉറപ്പായും മത്സരിക്കുമെന്ന് തന്നെയാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതേസമയം അതല്ലെങ്കിൽ തവനൂരിലേക്ക് ആരെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സന്ദീപ് വാര്യർ, അതേപോലെ PT അജയ് മോഹൻ തുടങ്ങിയവരുടെ പേരാണ് ഇപ്പോൾ ഈ പട്ടികയിലുള്ളത്. ഒരുപക്ഷെ VS ജോയ് മത്സരിക്കുകയാണെങ്കിൽ മറ്റ് ചില സമവാക്യങ്ങൾ കൂടി ഇവിടെ പ്രശ്നമാകുമെന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. അതായത് മലപ്പുറം ജില്ലയിൽ ഹിന്ദു ജനറൽ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയും ഇല്ലാത്ത സാഹചര്യം VS ജോയ് തവനൂരിൽ മത്സരിക്കുമ്പോൾ വരുമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ തവനൂരിൽ വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമായിട്ടാണ് ഇത്തവണ കോൺഗ്രസ് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പലവിധ കാരണങ്ങളാൽ വൈകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. നേരത്തെ തന്നെ PT അജയ് മോഹൻ ഈ ഒരു സീറ്റിന് വേണ്ടിയുള്ള സമ്മർദ്ദം തുടങ്ങിയിരുന്നു. പൊന്നാനിയിൽ KP നൌഷാദ് അലിയെ സ്ഥാനാർത്ഥിയായി ഏറെക്കുറെ നിശ്ചയിച്ചതോടെ തവനൂരിൽ സീറ്റ് വേണമെന്നൊരു നിലപാടായിരുന്നു PT അജയ് മോഹൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. പക്ഷേ അദ്ദേഹത്തെയും നേതൃത്വത്തിന് സെറ്റിൽ ചെയ്യാനും സാധിച്ചിട്ടില്ല. അതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. മറുവശത്ത് സന്ദീപ് വാര്യർക്ക് സുരക്ഷിതമായൊരു സീറ്റ് വേണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. സന്ദീപ് വാര്യർ തമിഴർ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കിയിരുന്നു. അവിടെയാണ് VS ജോയിയുടെ തിരുവമ്പാടി സീറ്റിലേക്കുള്ള മാറ്റം അത് പൂർത്തിയാകാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ തവനൂർ സീറ്റിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. തിരുവമ്പാടിയും പട്ടാമ്പിയുമായിട്ടുള്ള സീറ്റ് കൈമാറ്റം പൂർത്തിയാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ അതിൽ ഒരു ധാരണ ഉണ്ടായാൽ മാത്രമേ തവനൂരിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് പ്രഖ്യാപിക്കാനാകൂ. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അമ്പലപ്പുഴയിൽ കോൺഗ്രസിന്റെ മനസ്സിൽ G സുധാകരനാണ്. G സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ട് അമ്പലപ്പുഴ മണ്ഡലം ഒഴിച്ചിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. അമ്പലപ്പുഴയിൽ G സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ തങ്ങളുടെ സ്ഥാനാർത്ഥി ഒഴിവാക്കി പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതിനിടെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം CPM-ഉം അവസാനിപ്പിച്ചു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ.
CPM-മായി ജി സുധാകരൻ ഇപ്പോഴും കടുത്ത അകൽച്ചയിൽ തന്നെയാണ്. അനുനയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ വന്നേക്കാം എന്നുള്ള അഭ്യൂഹങ്ങളാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ സുധാകരൻ അത്തരത്തിൽ ഒരു വിമത ശ്രമം അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി വിട്ട് പുറത്ത് സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സുധാകരനുമായി ഉള്ള അനുരഞ്ജന ചർച്ചകൾ നടത്തി ആ സീറ്റ് ഒരുമിച്ച് കൊണ്ടുപോകാമെന്നുള്ള ആലോചനകൾ UDF-നകത്ത് വളരെ സജീവമാണ്. അതിനുള്ള നീക്കുപോക്കുകൾ കൂടി UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ള കാര്യമെന്ന് പറയുന്നത് നിലവിൽ ജി സുധാകരൻ പാർലമെന്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹം വളരെയധികം അംഗീകാരമുള്ള ഒരാളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മത്സരിക്കുകയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പിന്തുണ കൂടി വരികയും ചെയ്താൽ അവിടെ തീർച്ചയായും അത്തരത്തിൽ ആ ഒരു സീറ്റ് ലഭ്യമാകുന്ന ഒരു സാഹചര്യം UDF-ന് ഉണ്ടാകും. ആ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള കണക്കുകൂട്ടലിലാണ് UDF രംഗത്തിറങ്ങുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ നേരത്തെ KPCC സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള അല്ലെങ്കിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. അതിൽ അമ്പലപ്പുഴ തൽക്കാലത്തേക്ക് ഒഴിച്ചിടാം എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അമ്പലപ്പുഴയിൽ നിലവിൽ ആര് മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ലിജു അമ്പലപ്പുഴയിൽ സലാമിനെതിരെ മത്സരിച്ച ലിജു അമ്പലപ്പുഴയിൽ മത്സരിച്ചേക്കാം എന്നുള്ള സൂചനകൾ ലഭ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലിജു തൃപ്പൂണിത്തുറയിലേക്ക് മാറുന്നു എന്നുള്ള വാർത്തകളും ലഭ്യമാകുന്നു. അത് അമ്പലപ്പുഴയിൽ ഈ സീറ്റ് സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ സുധാകരനോടൊപ്പം ചേർന്ന് അമ്പലപ്പുഴയിൽ മറ്റൊരു രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാം എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് UDF. ആ നീക്കങ്ങളാണ് നടക്കുന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും സുധാകരൻ ഇത് സംബന്ധിച്ച് അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്തിമമായി അദ്ദേഹത്തിന്റെ തീരുമാനം അറിയിച്ചിട്ടില്ല. വരും ദിവസങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്പലപ്പുഴയിൽ അതിശക്തമായ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല CPM-മായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ആളുകൾ അതൃപ്തരായി നിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രഗത്ഭന്മാരായിട്ടും മധ്യകേരളത്തിലുള്ള CPM നേതാക്കളെ പരിഗണിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതിന്റെ അതൃപ്തി പുറത്തേക്ക് പലരും പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൽ പുകയുന്നുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അത്തരമൊരു മൂവ്മെന്റ് അമ്പലപ്പുഴയിൽ നടക്കുകയാണെങ്കിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അമ്പലപ്പുഴയിലേത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ജി സുധാകരനെ അനുകൂലിച്ച് വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നു. സുധാകരന് സീറ്റ് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത ജനപ്രതിനിധിയല്ല സുധാകരൻ. തോമസ് ഐസക്കിന് നൽകിയ ഇടം സുധാകരൻ ലഭിച്ചില്ല. ജനപ്രതിനിധിയായിട്ട് തന്നെ ഇന്ന് സുധാകരൻ സാറ് ആർക്കും ഒഴിവാക്കാനൊക്കുന്ന തള്ളിക്കളയാൻ നിൽക്കുന്ന ഒരു ജനപ്രതിനിധി അല്ലാത്ത. കാരണം ഐസക് സാറിന് ഇടം കൊടുത്തു, സുധാകരൻ സാറിന് ഒരു ഇടം കൊടുത്തില്ല എന്നൊരു സ്വാഭാവികമായും ഒരു മനപ്രയാസം ഉള്ളിൽ കാണും. അപ്പോൾ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടിയോട് യുദ്ധം ചെയ്ത് പോയി അദ്ദേഹം ഇതുവരെ നിർത്തിക്കൊണ്ടിരുന്ന ഒരു ഇടതുപക്ഷ ചിന്താഗതിയിൽ നിന്ന് UDF-ലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഇതുവരെ സൃഷ്ടിച്ച എല്ലാ ഇമേജും പോയില്ലേ? ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പേ മഞ്ചേശ്വരത്ത് BJP-യിലും CPM-ലും ഭിന്നതയുണ്ട്. മഞ്ചേശ്വരം മണ്ഡലം ഇൻചാർജ് ചുമതലയിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി നേതൃത്വത്തെ അറിയിച്ചു. K. സുരേന്ദ്രൻ മണ്ഡലത്തിൽ നടത്തുന്ന പരിപാടികൾ തന്നെ അറിയിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. CPM സ്ഥാനാർത്ഥിയായി KR ജയാനന്ദയെ മത്സരിപ്പിക്കുന്നതിലും DYFI-യിലും അതൃപ്തിയുണ്ട്. പാർട്ടി തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരത്തെ വിവിധ ബ്ലോക്ക് കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി. അതേസമയം വാർത്തകൾ തള്ളി ML അശ്വിനി രംഗത്തു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ശ്രദ്ധാകേന്ദ്രമായ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തുടക്കത്തിൽ തന്നെ BJP-യിലും CPM-ലും വലിയ ഭിന്നതയാണ് മറനീക്കി പുറത്തു വരുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി K. സുരേന്ദ്രനെതിരെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മണ്ഡലത്തിൽ K. സുരേന്ദ്രൻ നടത്തുന്ന പല പരിപാടികളും തന്നെ അറിയിക്കുന്നില്ല, ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് ML അശ്വിനിയുടെ പരാതി. മണ്ഡലത്തിലെ ഇൻചാർജ് ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്നും ML അശ്വിനി ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ മണ്ഡലം വൈസ് പ്രസിഡന്റ്
വൈസ് പ്രസിഡന്റിനെതിരെയും വലിയ ആക്ഷേപവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏകപക്ഷീയമായാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്, തന്നെ പല കാര്യങ്ങളും അറിയിക്കുന്നില്ല എന്നാണ് ML അശ്വനിയുടെ പരാതി. എന്തായാലും ഇതിനിടയിൽ തന്നെ CPM-ലും വലിയ തോതിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം മറനീക്കി പുറത്തു വരുന്നുണ്ട്. DYFI ബന്ദിയോട് ഉൾപ്പെടെ മേഖലാ കമ്മിറ്റികളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് DYFI ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതുപോലെ തന്നെ UDF-നെ സഹായിക്കുന്ന നിലപാടാണ് KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ CPM സ്വീകരിക്കുന്നതെന്നൊരു ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങളിൽ തങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഒരു തരത്തിലും സഹകരിക്കില്ല എന്നും DYFI പറയുന്നുണ്ട്. കൂടുതൽ DYFI മേഖലാ കമ്മിറ്റികൾ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും KR ജയാനന്ദയെ അംഗീകരിക്കാൻ ആവില്ല എന്ന് തന്നെയാണ് DYFI പറയുന്നത്. ഷഹനാസ് പാത്തൂറിനെ പോലുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരണമെന്നൊരു ആവശ്യമാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. കീഴ്ത്തട്ടിൽ ഒരു സഹകരണം ഇല്ലാത്ത ആളാണ് ഈ കാൻഡിഡേറ്റ് ജയാനന്ദ് എന്ന് പറയുന്ന ആൾക്ക്. അപ്പോൾ അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ താല്പര്യമില്ല. വേറെ ആരെ നിർത്തുന്ന പ്രശ്നമില്ല. ഇപ്പോൾ KPS സഖാവായാലും VV രമേശനായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഷാനവാസ് പാത്തൂർ ആയാലും ഒരു പ്രശ്നമില്ല, സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു ബ്രാഞ്ച് യോഗം വിളിച്ചാന്ന് പോലും അന്വേഷിക്കാത്ത ആൾക്കാരായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ ഭയങ്കര അതൃപ്തിയുണ്ട്. 2021-ലും KR ജയാനന്ദയെ CPM സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇതേ തുടർന്ന് പാർട്ടിക്ക് KR ജയാനന്ദയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റേണ്ടി വന്നു. പകരം VV രമേശിനെയായിരുന്നു സമവായം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഏതായാലും ജയാനന്ദയ്ക്കെതിരെ വലിയ പ്രതിഷേധം CPM-നകത്ത് ഉണ്ടാകുന്നു. അതോടൊപ്പം BJP-യിലും വലിയ തോതിൽ ജില്ലാ പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും തുടക്കത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ മഞ്ചേശ്വരം മണ്ഡലം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേദിയാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. KB ബൈജു, News 18, കാസർഗോഡ്. DA സന്ദേശവുമായി ബന്ധപ്പെട്ട ഡാറ്റ ചോർച്ചൽ ആരോപണം തള്ളിയും സർക്കാരിനെ പ്രശംസിച്ചും ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സർക്കാർ ജീവനക്കാർക്ക് സന്ദേശം അയച്ചതിൽ ഡാറ്റ ചോർത്തൽ ആരോപിച്ച് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഇതിൽ നിയമവിരുദ്ധത ഒന്നുമില്ലെന്നും ക്ഷേമരാഷ്ട്രത്തിൽ നല്ല ഭരണ നിർവഹണത്തിന്റെ ഇത് ഭാഗമാണെന്നും കോടതി വ്യക്തമാക്കി. സന്ദേശത്തിൽ നിയമവിരുദ്ധതയോ സ്വകാര്യതയുടെ ലംഘനമോ ഇല്ല. സ്പാർക്കിലെ വിവരങ്ങൾ സർക്കാർ ശേഖരിക്കുന്നതിൽ തെറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇന്നത്തെ ഈ നടപടി. തിരുവനന്തപുരത്ത് ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയതായി പരാതി. ആര്യനാട് സ്വദേശി ആനന്ദാണ് മരിച്ചത്. ആനന്ദിന്റെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ വന്നതായും പരാതിയുണ്ട്. ആനന്ദിന്റെ മരണത്തിൽ ബ്ലേഡ് മാഫിയയ്ക്കും ആനന്ദ് ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയ്ക്കും ഓൺലൈൻ ലോൺ സംഘത്തിനും പങ്കുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു. നഴ്സുമാരുടെ സമരം അന്യായമെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ. തൊഴിലാളി സംഘടന പറയുന്നത് പോലെയല്ല സുപ്രീം കോടതി വിധിക്ക് അനുസരിച്ചാണ് മിനിമം വേതനം തീരുമാനിക്കുന്നത്. പാവപ്പെട്ട രോഗികളുടെ ജീവൻ വെച്ച് നഴ്സിംഗ് സംഘടന വില പേശരുതെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ പറയും. മറ്റൊരു വാർത്തയിലേക്ക്. ആനയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ മരിച്ചു. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് വാച്ചർ ഷൈജുവാണ് മരിച്ചത്. കോട്ടപ്പാടം ചേന്നേരിക്കുന്നിൽ ആന ആക്രമിക്കുകയായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ തുരത്തുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. പ്രജിത്ത് കോങ്ങാട് ചേരുന്നു. പ്രജിത്ത്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്?
സജിത്ത്, ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി തിരുവിഴാംകുന്നം കോട്ടപ്പാടം മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ 2 കാട്ടാനകളെ തുരത്തുന്നതിനായി 10 ഫോറസ്റ്റ് വാച്ചർമാരുണ്ടായിരുന്നു. അവർ കാട്ടാനകളെ തുരത്തി കാട്ടിലേക്ക് കയറ്റുകയായിരുന്നു. അതിനിടയിലാണ് അതിലെ ഒരു ആന തിരിച്ചു വന്ന് ഫോറസ്റ്റ് വാച്ചറായ ഷൈജുവിനെ ആക്രമിക്കുന്നത്. ആക്രമണത്തിൽ ഷൈജു തൽക്ഷണം മരിക്കുകയായിരുന്നു. അതിനുശേഷം കാട്ടാനകളെ തിരിച്ച് ഈ വനമേഖലയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഈ പ്രദേശത്തെ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇപ്പോൾ ഷൈജുവിന്റെ മൃതദേഹം മണ്ണാർക്കാടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇന്ന് ഒരു ഫോറസ്റ്റ് വാച്ചറാണ് മരിച്ചത്. ആനയുടെ ആക്രമണമേറ്റ് മരണപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.